അപ്പോൾ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു നേന്ത്രപ്പഴം ഇതുപോലെ മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും 1 കപ്പ് അളവിൽ പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക, അപ്പോഴാണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ എരിവുള്ള മുളക് പൊടിയും കുറച്ച് ഉപ്പും ഒരു 1.5 കപ്പ് വരെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും എരിവുള്ള 2 പച്ചമുളകും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നേന്ത്രപ്പഴവും പൈനാപ്പിളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പഴം ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല. അതുപോലെ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിലും കഴിക്കുമ്പോൾ നമുക്കത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. ആ ഒരു പരുവത്തിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം. നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മധുരം താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കും ചെയ്യാം. എന്നിട്ട് ശർക്കര നന്നായി അലിഞ്ഞ് അതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആ ജാറിൽ ഒരു 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്തിട്ട് അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ അത്യാവശ്യം പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരിൽ കട്ടകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചിട്ട് ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അതിന് ശേഷം അവസാനം അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്കൊന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് താളിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നേന്ത്രപ്പഴവും പൈനാപ്പിളും ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരി റെഡിയായി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ പൈനാപ്പിളും ചേർത്തിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. Thank you.